അടിപൊളിയായ ഒരു കോട്ട ഉണ്ട് വാടകയിൽ. ഇപ്പൊ ഞങ്ങൾ പുറത്തായത് 4 മണിക്ക് ഞങ്ങൾ കറക്റ്റ് അവിടെ റീച്ച് ആവും. പഴയ ഉപ്പാപ്പന്മാരെ തോട്ടല്ലുണ്ടല്ലേ, അതേപോലത്തെ ഇത് അറബിന്റെ വരെ ഇതൊരു നോർമൽ തോട്ടം. നോക്കൂ, ഇതിന്റെ സിസ്റ്റം വേറെ, ഇതിൻ്റെ ഉള്ളക്കില്ല, ഇതിന്റെ സിസ്റ്റമേ വേറെ. നോക്കൂ, തണ്ണി പോകുന്ന മറ്റേ കണി നാട്ടിൽ തോടെല്ലുണ്ടല്ലേ. നോർമലായിട്ട് ഞാൻ ഇതിലൊക്കെ കൂടൊക്കെ വരുമ്പൊക്കെ ഞങ്ങൾ ഊർന്ന് മറ്റേ ഇവിടുത്തെ മധുരയിലെ ചങ്ങയുള്ളല്ലേ ഈത്തവതല കേട്ടിട്ട് കട്ടിട്ട് അല്ല കട്ടിട്ട് ഈത്തവത ഞാൻ നാട്ടിലൊക്കെ ഇവിടുന്ന് കൊണ്ടുവന്നു. ഇത് ഈത്തവതി അതിയല്ലേ, കസി കസി കസിന്റെ ഈത്തവത. അപ്പൊ ഉസൈബിന്റെ അല്ലൈൻ പിന്നെ റാസൽ കൈ പോയിട്ടില്ല ഞങ്ങൾ ഇന്ന്. അപ്പൊ ഞങ്ങൾ ഇത് ടിപ്പു സുൽത്താന്റെ കോട്ട അല്ല, ഇതാണ് യഥാർത്ഥ ഇവിടുത്തെ തറവാടിന്റെ പര. സാധാരണ ഒരു 100 ആണ്ടൊക്കെ മുന്നുണ്ടല്ലേ ഇവിടെ പരല്ല ഇങ്ങനെ. ഈ കറണ്ട് AC ഒന്നും ഇല്ലാത്ത ടൈമിൽ ഈ ഹോൾസ് ഉണ്ടല്ലേ, ഈ ഹോൾസിലാണ് കാറ്റ് പോകുന്നത്. പിന്നെ മീത എന്താക്കണമെന്നല്ല, ഈ മീത സ്ലാബ് അല്ല, ഓടുമല്ല, ഈ ഈത്തപ്പത്തിന്റെ ഇല ഉണ്ടല്ലോ, ഇലനെ ഉണക്കിട്ട് അതിന്റെ മീതൊക്കെ വെച്ചിട്ട് ഇളക്കുന്നില്ല. അതിന്റെ മീതൊക്കെ തണ്ണി വീറ്റുന്നത്. തണ്ണി വീറ്റിയ തണ്ണിയാണ് ചെറിയ പൈപ്പ് പോലല്ലേ, ചെറിയ ഒരു കുന്തം പോലെ, അതിലാണ് ആ തണ്ണി പുറത്തൊക്കെ വരുന്നത്. അപ്പൊ താത്ത ആൾക്ക് നല്ല സംപ്പ് കിട്ടുന്നു. അർത്ഥമായി, താത്ത ആൾക്ക് നല്ല സംപ്പ് കിട്ടുന്ന കൊണ്ടാണ് ആ കാലത്ത് ഇവിടെ ആൾക്കാരെ ജീവിച്ചിന്. ഭർത്തുപോലെ ഇതേരല്ലേ മുന്നേ അറബിന്റെ ഫുള്ള് തറവാടെല്ലാം അവിടെയുമേ ഉണ്ടായി. മീൻ പലയിലടാ അവിടെ. നീ യൂണിയനക്ക് മെട്രോ സ്റ്റേഷനിൽ താത്ത ഇച്ചിട്ട് നോക്കില്ല, ഫുള്ള് ഇങ്ങനെ പല വീസുന്നല്ല പൊട്ടം തില്ലേ. ഇതാണ് ഇപ്പൊ ഈനുണ്ടല്ലേ നാട്ടിലത്തെ പോലെ ടിപ്പു സുൽത്താന്റെ പോലെ ഇതാക്കാനല്ല. ഞങ്ങളെ കോട്ടയെല്ലാം പൊളിച്ചിട്ട് ഏകദേശം എല്ലാം പോയിന്. ഇവിടുത്തെ കോട്ട നോക്കൂ, ഇതാ ഈ ചട്ടി വരെ ഉണ്ട്. ചട്ടി ഇത് മുന്നത്തെ ഇവിടുത്തെ യൂസാക്കി കൊണ്ട് ചട്ടി മറ്റേത് മറ്റത് ഇതാ. ഇത് ചെല്ലുന്നുണ്ടല്ലേ പണ്ടത്തെ ഒരു ആചാരന്റെ ഒരു പര, പണ്ടത്തെ ആചാരന്റെ പര. ആ പരന്റെ തോട്ടാണ് ബാക്കിൽ കാണുന്നത്. അർത്ഥ ഇപ്പൊ ഞങ്ങളെ നാട്ടില് നീ ഞങ്ങളെ പര പുറത്ത് അതിന്റെ ബാക്കിൽ കാക്കന്റെ ഫുള്ള് തോട്ട അങ്ങനല്ല. ഇതെല്ലാം മസ്ര, ഇതെല്ലാം ദുബായിൽ നിങ്ങൾ കാണാത്ത വേറെ സംഭവം കുറേ കൂടും. ചരിത്രമകമായിട്ടുള്ള ദൃശ്യം കുറേ ഉണ്ട്. അതിനല്ല ചെല്ലണയിലൊന്ന് കുറേ ടൈം എടുക്കും. പിന്നെ അപ്പുറത്ത് ഫുള്ള് ഇതാ അതെല്ലാം കാണല്ലേ, അതെല്ലാം 110 ഇതാ കേറ്റ 110 ഉള്ളിലേക്ക് പോയി. ഇതാണ് എൻട്രൻസ്. ഇത് ജിമിനി നോക്കും, പാമ്പ് വന്ന് ഞാൻ പായാണ് ഇവിടുന്ന്. ഇപ്പൊ ഭയങ്കര സംഭവം നോക്കില്ല. ഇത് ഫുള്ള് മണ്ണിന്റെ ഇതെന്താ കാണാത്തല്ല, ഇത് ഇവിടുത്തെ മണ്ണ് ഈത്തപ്പത്തിന്റെ ഇവിടുത്തെ ഒരു പുല്ലും, ആ പുല്ലിനെ ജണ്ടിനെ മിക്സ് ആക്കിയിട്ടാണ് അടിക്കുന്നത്. ഇതാ ഇവിടെ നോക്കും, പുല്ല് ഈത്തപ്പത്തിന്റെ മരത്തിന് മിക്സ് ആക്കിയിട്ടാണ് ഇതാക്കുന്നത്. ഇത് കണ്ടി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇതിൻ്റെ താക്കോല എൻ്റെ ഇല്ല, അസ്രപ്പിൻ്റെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കാണിക്കാത്ത അവസ്ഥയില്ല. പിന്നെ ഇവിടെ അറബിൽ ബോർഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി പോകുന്നത് അടുത്ത ഒരു സംഭവം. കോട്ടനെ ടിപ്പു സുൽത്താൻ അല്ലല്ല, ടിപ്പു സുൽത്താൻ്റെ അല്ല, ഏതോ ഷെയ്ക്കിൻ്റെ ഒരു കോട്ടനെ ഞങ്ങളാക്കിയിട്ട് ഞങ്ങൾ പോയുള്ളൂ. ഞങ്ങളെ ബിസിയെന്ന് തോന്നുന്നുണ്ട. ഞങ്ങളെ നാട്ടിൽ ഇരുന്നു അടിപൊളിയായ ഒരു കോട്ട ഉണ്ട് വാടകയിൽ, സക്ലേശ്പുരത്ത്. നീ പോയിനെ സ്റ്റാർ എന്താ വ്യൂ! ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കുന്നിലൊരു ഇതുണ്ട് കേട്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ലറാ. പിന്നാണ് മറ്റേ ഇതെല്ലാം ഞങ്ങളെ നാട്ടിൽ ചെന്ന ഒരു ഗ്രാമങ്ങളുണ്ടല്ലേ, ആ ഗ്രാമം പോലെ. ഓക്കെ, ഇത് തോട്ട അവർക്ക് ഇത് ഷൈക്കിൻ്റെ തോട്ട. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമറ ഇട്ടിരിക്കും. അതാണ്
ഇതാണ് അല്ലൈൻ്റെ വാട്ടർ കമ്പനി. വലിയ ദുബായിൽ UAE ഏറ്റവും വലിയ തണ്ണിൻ്റെ കമ്പനിയല്ലെന്ന് ഒന്ന്. അതാ ഇവിടുത്തെ ട്രക്കെല്ലാം നോക്കി പോയിന്. ഞാൻ ഇവിടെ മുന്നേ വർക്കാക്കി കണ്ടിരിക്കുമ്പോൾ 2-3 പേർക്ക് പോയിന്. പിന്നെ നാട്ടിലൊക്കെ പോകുമ്പോൾ കീത്തപ്പത്തുന്ന വേണമെന്ന് അവിടെ ഞങ്ങളൊരു ചങ്ങ നടത്തും. ചങ്ങയുടെ ബംഗാളി മസ്രല്ലേ പണിയെടുക്കും. ഉള്ളിൽ ഫുള്ള് തോട്ടം അതും ഇത് ഫുള്ള് പച്ചപ്പ്. ഓർക്ക് പച്ചപ്പ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പച്ചപ്പിന് നോക്കുക പൂനെല ഇങ്ങനത്തെ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഓരോ വളർത്തുന്ന ചെടികൾ കണ്ടോ ഗൈസ്. ഇതെല്ലാം ഫുള്ള് പച്ചപ്പ്. ഇവിടെ പച്ചപ്പ് ചെന്നത് ഇവിടെ ഓരോ നട്ടിട്ട് ഉണ്ടാക്കുന്ന സംഭവം. വളരെ ശാന്ത. ഗാഡിയെല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് പോകും. ആടിയെല്ലാം കഴിച്ചതല്ലേ ഇവിടുത്തെ. ഈ മറുഭൂമി മറ്റത് മറിച്ചത് ആട് ജീവിതം പിക്ചർ നോക്കിയത് ഓതോടെ ആട് ജീവിതത്തിന്റെ ഒരു ലൈഫ്. അവിടെ ആട് മേച്ചുണ്ടല്ലേ? ഓതോടെ അതാണ് വണ്ട ആട് എല്ലാം. ഞാൻ അവിടെ പോയിനെ. പിന്നെ എന്തെങ്കിലും ഇതാണ് ദുബായ് റോഡ്. ഇനി 140 അടിച്ച് കയറ്റുന്നത് അത്ര. ഞങ്ങളെ ഗാഡി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. അല്ലെങ്കിൽ നിനക്കുണ്ടല്ലേ, നിനക്ക് മറ്റേ നല്ല വ്യൂ കാണാമെങ്കിൽ ദുബായ് മൊത്തം കാണാമെങ്കിൽ നീ എൻ്റെ കൂടെ ഞാൻ പിന്നെ ഒരു ഗാഡി എടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഹൈറ്റുണ്ട്. അതിലാണ് ഈ വ്യൂസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ മേടിച്ചു. ഇതാ ഇപ്പം യഥാർത്ഥം ഇപ്പം നിനക്ക് കറക്റ്റ് കാണാം. ഏത് ഗ്രാമങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. നാട്ടിൽ ഗ്രാമങ്ങളിൽ ചെന്നില്ലേ ആ ഗ്രാമങ്ങൾ ഓതോടെ കാണുന്ന വ്യൂ കാണാം. ഓതോടെ അവിടെ അതാണ് ഒമാൻ. അതാണ് ഒമാൻ. ആ വലിയ മലകൾ അതാണ് യഥാർത്ഥ ഒമാൻ. ജസ്റ്റ് ഇത് ഒറിജിനൽ മരുഭൂമി. ഈ മരുഭൂമിക്ക് നീ ഒരു 4 കിലോമീറ്റർ അപ്പുറം പോയതുണ്ടല്ലേ, ചിലപ്പോൾ നിനക്ക് എന്താ റോഡ് കൊത്തായില്ലങ്ങണ്ടല്ലേ. പിന്നെ നീ ഇതിന്ന് വാടകയില് അബുദാബിയിൽ, ഇപ്പുറം വന്നു സൗദി, അപ്പുറം പോയെന്ന് ദുബായ്. നിനക്ക് ഇവിടെ എത്ര തെത്തായില്ല, കുറെ മെച്ചിനാറാ. 10 എത്ര കേസ് വരുന്നുണ്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ട്. ലാസ്റ്റ് ഒരു ടൈം ഹെലികോപ്റ്ററിൽ വെച്ചിട്ട് തേടിനെ ആയൊന്നും ആള് കിട്ടിയിട്ടില്ല. എത്ര പിന്നെ 6 തിങ്കൾ കഴിഞ്ഞിട്ട് കാലെലുമ്പ് മാത്രമേ കിട്ടിയിട്ടു. എല്ലാം കാക്കല ഇവിടെ ഗില്ലി. പിന്നെ ഇവിടുത്തെ പുതുവല തിന്നിട്ട് ബോഡി പോയി. പിന്നെ അതിനെ റീമേക്ക് ആക്കിയിട്ട് ഒരു മലയാളം ഏതോ ഒരു പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മരിക്കുന്നില്ല, അവർ ലാസ്റ്റ് കിട്ടുന്നതിന്. ഇവിടെ ഒന്നിനെ എതിർത്തിട്ട് വീഡിയോ ആക്കാനാന്നില്ല. ഒരു പിക്ചറിന് ഇവിടെ എതിർത്തിട്ട് വീഡിയോ ആക്കിയെന്നുണ്ടല്ലേ, ഇവിടെ അവന് ജയിലാണ്. ഈ മറ്റേ നടന്മാർക്ക് ഫുള്ള് ഇവിടെ ബിസിനസ് ആയതുകൊണ്ടാണ് ഓരോ ഇതാക്കുന്നത്. ആട് ജീവിതത്തിൻ്റെ പിക്ചർ ഉണ്ടല്ലോ, അത് യഥാർത്ഥ സംഭവം നടന്നതിനോടെ അജ്മാടി ദുബൈയിൽ ഉടനെ അതിനെ ഷൂട്ടിംഗ് ആക്കിയ പാടെ അപ്പറ മറ്റേ ഈജിപ്ത് ആസയിട്ട് ഈജിപ്ത് പിന്നെ ഒമാനിയെല്ലാം വെച്ചിട്ട് അങ്ങനെ ഷൂട്ടിംഗ്. പിന്നെ അതിൻ്റെ സൗദിയിൽ അതിൻ്റെ ഏതോ ഒരു വിഷയം, സൗദിൻ്റെ എന്തോ രാജാവിൻ്റെ വിഷയം. അപ്പോൾ ഇനി എത്ര നേരമുണ്ടോ? ഇനി 1:02 മണി അല്ല 1:30 മണിയില്ല, 1:02 അങ്ങനെ ഒരേ ഒറ്റ സ്ട്രൈറ്റ് പോകും. ഞാൻ ചെല്ലല്ലേ ഇത് അറബിൻ്റെ പേര്. അതിൻ്റെ സൈഡിൽ തോട്ട ഇങ്ങനെ അതിൻ്റെ സീനിങ്ങനെ. ഇതാണ് ഒമാൻ ഹിൽസ് അല്ലേ? ഒമാൻ ഹിൽസ്. നെക്സ്റ്റ് ഒരു ബ്രിഡ്ജ് കിട്ടും. ബ്രിഡ്ജല്ലേ ഞാൻ മുമ്പാട്ട് കാണിച്ചല്ലേ, നല്ല വ്യൂ ഉണ്ട് അല്ലേ. അവിടെ നല്ല ചന്ത കാണും. ഏതോ സ്വിറ്റ്സർലാൻഡൊക്കെ വന്നൊരു ഫീലിംഗ്. ചൂടിൻ്റെ ടൈമിലുണ്ടല്ലേ ഇജോ, ചൂടിൻ്റെ ടൈമിൽ ഈ റോഡുണ്ടല്ലേ ഒരു പോയ ഒരു ഫീലിംഗ്. ഈ ഗ്യാസ് കത്തിമൊക്കെ മീതെ വരെ ഇങ്ങനെ ഷൈനിങ് പോകുന്നില്ലേ, ആ ഷൈനിങ്ങിലേക്ക് യഥാർത്ഥ കർഷകമായിട്ട് ചൂടിൻ്റെ ടൈമിൽ. പിന്നെന്തെങ്കിലും ഇപ്പം നോർമലാണ്. ഞങ്ങൾ എത്ര 30 ഡിഗ്രി
ചൂട് നെക്സ്റ്റ് മന്ത്. നാട്ടിൽ ഇപ്പം നോർമലായിട്ട് എത്ര എത്ര ചൂടുണ്ട്? 25, 26, 20. കൂടെ 3% 35 അല്ല 30. ഈ ഹൈവേയിൽ പോകുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിലെ ജിങ്ക് തുള്ളും. പിന്നെ കൊമ്പുണ്ടല്ലോ ഞാൻ അറബിൻ്റെ ഓരോ മറ്റേ അവരെ ഫാൽക്കോൺ ആളൊക്കെ ഇങ്ങനെ പിടിക്കുന്നു. അത് ഭയങ്കര റോഡിൽ എത്ര ചത്തിരിക്കും നോർമൽ. ഇതാണ് മറ്റേ ഇന്ത്യ ഇത് ഫാക്ടറി. നാട്ടിലെ ഫുള്ള ഹൈയസ്റ്റ് ജോബ് വേക്കൻസി ഡയറക്റ്റ് വിളിപ്പിച്ചിട്ട് കൊടുക്കുന്ന ഓഫർ ഇതുണ്ട്. ഞാൻ ഇപ്പം 140 സ്പീഡിൽ പോയോ ആയെന്ന് ഞങ്ങൾക്ക് വലിയൊരു ഫീലിംഗ് വന്നില്ല. സൗണ്ട് ഗ്യാസ് ഓണാക്കി സൗണ്ട് കേൾക്കും. ക്യാമറയിൽ കൊത്താനില്ല എൻ്റെ സ്പീഡ്. ഞാൻ നോക്കുന്നു, ഞാൻ ഈ ഫോണിലെല്ലാം വീഡിയോ ആക്കുന്നതാണ്. ഞാൻ നോക്കുന്നു ഇതെന്ന് ഞാൻ ഇത്ര സ്ലോയിൽ പോകുന്നു. അങ്ങനല്ല ഞാൻ അതാ ബെൽറ്റ് ജിങ്ക പോകുന്നത്. ബെൽറ്റ് ജിങ്ക കൂടെ മേയ്ക്കുന്ന അല്ല കാട്ട് ജിങ്ക മേടക്കൊന്നും കൊത്താനില്ലടാ. അത് നോക്കണ്ട പ്ലെയിന് മറന്നു. നീ ഉള്ളത് കൊണ്ട് കണക്ക് വലിയ ഒരു ഇതാണല്ല. ഞാൻ വെറുതെ പോകുന്നല്ലേ, ഞാൻ എപ്പോഴും തൂങ്ങി ഒട്ടിയാ പോകുന്നതാണ്. തൂങ്ങുക ഞങ്ങൾക്ക് നല്ല വർഗ നല്ല എൻ്റെ പതിയ ഷോപ്പിലുണ്ടല്ലേ, ഞാൻ അവിടെ ബിരിയാണി അടിച്ചിട്ട് ഇങ്ങനെ പോകും. പിന്നെ പാട്ടും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതില്ല. നീ ഇപ്പം നീ ഈ വാർത്ത നീ ഉള്ള അടുത്ത വാർത്ത ഞാൻ വാർത്ത വരുമ്പോൾ കണക്ക് ഫീലിംഗ് ആണ് ബേജാറാണ്. എന്ത് ചെല്ലുന്നുള്ളൂ ഇനി ഒരു കാഴ്ചപ്പാട്ടിൽ